BJP കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആണ് അവർ ഏറ്റവും വലിയ വിജയം നേടിയത്. തൃശ്ശൂർ 20 സീറ്റിൽ തൃശ്ശൂർ സീറ്റ് അവർ നേടി എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പോലും 101-ൽ 50 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവിടുത്തെ ഭരണം പിടിച്ചു എന്നുള്ളത് നിസ്സാരവുമല്ല. അത് മാറ്റി നിർത്തിയാൽ BJPയുടെ അതുവരെയുള്ള വളർച്ചയ്ക്ക് ഇല്ലെങ്കിൽ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലെ വളർച്ചയ്ക്ക് ആനുപാതികമായ ഒരു മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കെടുത്താൽ ഒരു 5 സീറ്റ് ഇപ്പോൾ 5 സീറ്റുകളിലെങ്കിലും അവർക്ക് BJPക്ക് വിജയിക്കാനാവുന്ന സാഹചര്യം നിലവിലുണ്ട്. അതിൽ 2 സീറ്റെങ്കിലും തിരുവനന്തപുരത്താണ്. അത് അവർ 4-5 സീറ്റ് വരെ തിരുവനന്തപുരത്ത് മാത്രം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൽ എതിർകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ BJP നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവയൊക്കെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നുള്ളൊരു വസ്തുത 3 മുന്നണികളും പണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വളരെ മികച്ച നിലയിൽ സ്ഥാനാർത്ഥികളും മുന്നണിയും ചെലവഴിക്കുന്നത് BJP മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പണക്കൊഴുപ്പ് BJPയുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാണ്. ആ ഒരർത്ഥത്തിൽ വളരെ എന്നിട്ട് പോലും അങ്ങനെ പണക്കൊഴുപ്പ് പണം പ്രശ്നമല്ല. പിന്നെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മികച്ച നേതാക്കളായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ളയൊന്നും ചിത്രത്തിലേ ഇല്ലാതെ വന്നു. MT രമേശിന് ആവശ്യപ്പെട്ട തൃശ്ശൂർ കിട്ടാതെ വന്നതിനെ തുടർന്ന് അദ്ദേഹം എൻ്റെ പേരിന് പരിഗണിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നവും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെ തുടർന്ന് കുമ്മനത്തിനെ ഒഴിവാക്കി എന്നുള്ളത് വലിയ വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ ആറന്മുളയിൽ അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ വലിയൊരു വിമർശനം നേരിടുന്നത് 2020 എന്ന് പറയുന്ന പുതിയ സഖ്യകക്ഷിക്ക് BJP ആയിരുന്നെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും ദാനം ചെയ്തു എന്നുള്ളൊരാക്ഷേപം BJPയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഈ പറഞ്ഞ 2020 പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികളെ വലിയ ആഡംബരപൂർവം പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾക്ക് അത് നടിമാരാണ് 2 പേരും. 2 പേർക്ക് വോട്ട് പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ അത് വലിയ തിരിച്ചടിയാണ് എന്ന് ഇപ്പോൾ അവർ വിലയിരുത്തി. ഇപ്പോൾ അവർക്ക് പകരം സ്ഥാനാർത്ഥികളെ BJP കൂടി തിരയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാർട്ടിയുടെ വളർച്ചയുടെ ഒരു ഘടകമായി കൂടി കണക്കാക്കാം. പക്ഷേ ഈ ഒരു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് 1 സീറ്റ് നേടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് UDFനായിരുന്നു, LDFനും NDAയ്ക്കും ഓരോ സീറ്റ്. അപ്പോൾ ഏതാണ്ട് ഈ LDFനൊപ്പം എന്ന് പറയാവുന്നുള്ളൊരു വിജയമാണ് അത്തവണ വന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത്തവണ LDFനൊപ്പം എത്തിയില്ലെങ്കിലും LDFൻ്റെ പകുതിയെങ്കിലും സീറ്റ് ഇല്ലെങ്കിൽ എന്തായാലും ഒരു 10-15 സീറ്റെങ്കിലും നേടണം, ഇല്ലെങ്കിൽ നേടി അവരുടെ കരുത്ത് തെളിയിക്കണം. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല.